Aliens. എത്ര വണ്ടി എന്തപ്പം ഉണ്ടാതെ പോണു? എവിടെ പോണ? തമ്പിയുടെ വീട്ടിലേക്ക് പോണു. തമ്മിണ്ടോ? തമ്പിയണ്ണോ? 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 കൂട്ടി പോരാം. ആ വാ ആ എന്താ ജോസേ? അത്യാവശ്യമായിട്ട് എൻ്റെ അവിടെ ഒരു സ്ഥലം വരെ ഒന്ന് പോകണം. അയ്യോ ഇപ്പൊ നടക്കത്തില്ല, ഞാൻ വേറെ വഴിക്ക് പോകാൻ വേണ്ടി പറഞ്ഞു കൊണ്ടിരുന്നു. ഉപയോഗമുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യമാണെന്ന്. അല്ല എൻ്റെ ഒരു സുഹൃത്ത് ആലപ്പുഴ കലവൂര് ഒരു ജയദേവ് വന്നിട്ടുണ്ട്. അവിടെ നാട്ടിൽ ഒരു ക്ലബിൻ്റെ ഒരു പരിപാടിയുണ്ട്, നാടകം. അപ്പം ഞാനിങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കൊടുത്ത് ഫോണിൽ ഞാൻ സംസാരിച്ച് കൊടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പം എന്നെ കാണാൻ ഇപ്പോൾ വരും, അവിടെ എത്താറായി ആർ ടി ഓഫീസിൽ വരെ. ഞാൻ വിളിച്ചത് ഞാൻ നേരിട്ട് മുട്ടിച്ചു തരാന്നേ. കമ്മീഷനൊന്നും തരണ്ട, കമ്മീഷനൊന്നും എനിക്ക് തരണ്ട. പക്ഷേ ഞാൻ സംസാരിച്ച പറഞ്ഞ പുള്ളി നിങ്ങൾ ഭയങ്കര ആരാധകനാണ്, പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ടമായി, ഒന്ന് കാണണമെന്ന് പറഞ്ഞേ. വൈകിട്ട് കാണണം, തിരിച്ചു പോവാ. അപ്പോൾ ഉച്ചക്കുള്ള വണ്ടിയിൽ തിരിച്ചു പോവാ, അതല്ലേ? അല്ല ഞാൻ കാണേണ്ട ആൾ അത്യാവശ്യം നോക്കി നിൽക്കുന്നതുകൊണ്ടാ. ഇത് പറയുന്ന കേൾക്ക്, ഇതെന്താ അറിയാമ്മ, ഒന്നാമതാകുമ്പോൾ നിങ്ങളെ ഫാന്, പിന്നെ ഞാൻ നാടകം ഏത് വേണമെന്ന് വെച്ചപ്പോൾ നിങ്ങൾ ഏതൊക്കെ 3-4 നാടകത്തിന്റെ പേര് പറഞ്ഞു, അതിൽ ഏത് വേണമെന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചൊരു ധാരണയാക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യോ ഇത് ചെന്നില്ലെങ്കിൽ ആളത് വിഷയമാകും. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടേ, കളി വേണ്ടേ? അല്ല കളി വേണം, കളി വാ, പിന്നെ പോയിട്ട് പോരാം. കൊണ്ടുപോയിട്ട് ഞാനിങ്ങനെ നമ്മൾ പോകുന്നു, തിരിച്ച് അതിൽ തന്നെ ഞാൻ ഇവിടെ വിടും. ഒത്തിരി സമയം എടുക്കും. 10 മിനിറ്റിന്റെ കാര്യം പോയിന്ന് കണ്ട് സംസാരിച്ച് വാക്ക് ഉറപ്പിച്ച് ഒരു അഡ്വാൻസ് വാങ്ങിച്ചു തരാം. ഓ കൈയോടെ വാ. അടിയ എന്നെ കൊണ്ട് വിടണം ഇവിടെ. ഞാൻ അതെന്താ പരിപാടി? പോരാ. കറിക്കും ഹെൽമെറ്റ് വേണ്ട, പിടിക്കൂ. വേണ്ട വേണ്ട, കയറിക്കോ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആര് പിടിക്കാം? സ്വർണം പവൻ എന്തോ ഉടായിപ്പുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നിർത്തി പറഞ്ഞിട്ട് പോണ്ടല്ലേ. ആ വന്നത് പറഞ്ഞില്ല, അങ്ങോട്ട് പറഞ്ഞില്ല. ഇതെന്തോ തരികട ഉണ്ട് കേട്ടോ. അല്ല നല്ല കാര്യത്തിനാവുമ്പോ ആ അവനിപ്പോ ആരാ ഒരു സാരയിൽ ഒരാളെ കിട്ടണം, അവരുടെ മണ്ടയ്ക്ക് എന്തിനേലും വെക്കണം. ഇവനോ തമ്പേണ്ണൻ നാടകപ്രവർത്തകൻ, അവനത് പൊതുപ്രവർത്തകൻ. അപ്പൊ അവർക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. നല്ല കാര്യമായാൽ മതിയായിരുന്നു. ആ എന്നാണോ, ഞാൻ ചില പൈസ കടയിൽ കൊടുക്കാനുണ്ടേ, അത് കൊടുക്കാൻ വേണ്ടി പോയതാ. ആ പാവം, പൈസ കൊടുക്കാനും വാങ്ങാനായിട്ട് ഇങ്ങനെ ഓടും. അവനാണെങ്കിൽ തരികടയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിടും. 85,000 എത്ര? 85,000 അരികേടാ. പൊങ്ങി പൊങ്ങി പോണല്ലേ, ഇതിന് ഒന്നും കേൾക്കില്ലേ? ഇതാണ് ഇവിടെ വന്ന് പാർട്ടി ഓഫീസിനോടല്ലേ ബുക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. നിനക്ക് എന്താ വേണം? നാടകം ബുക്ക് ചെയ്യണോ? നിന്റെ നാടകം കളി പൊളിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സുധാരണല്ല തമ്മിട നിങ്ങറിഞ്ഞു എന്റെ പേര് മണിയുന്നല്ലേ, അങ്ങനെയല്ലേ എന്റെ വട്ടപ്പേര്? എന്നാ ശരി, നിന്റെ ചെല്ലപ്പേരും കൂടെ ചേർത്ത് പറയാം, സുധാമണി. ഈ തമ്പി എന്നെ പറ്റിയും ഞങ്ങളെ DDT പാർട്ടിയെ പറ്റിയും എന്തൊക്കെ കൊള്ളരുതായി പറഞ്ഞു എന്നുള്ളത് നീ ഒന്ന് പറ കേക്കട്ടെ. തമ്പിയണ്ണ അങ്ങനെയുള്ള വ്യക്തിയല്ല അണ്ണ, അങ്ങനെ പറഞ്ഞില്ല, അണ്ണനെ പറ്റിയില്ല. നിങ്ങളുടെ DDT പാർട്ടിയെ പറ്റി ഇങ്ങനല്ലേ അപ്പുകുട്ടി സാറ്, അയാൾ പറഞ്ഞ് സെറ്റാണ്, ആൽവേലാത്തിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. പിന്നെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അണ്ണൻ വഴിയുന്നുണ്ട്,
അണ്ണനാണ് ഈ മൊത്തം ചട്ടത്തിനെ കാണിക്കുന്നു പറഞ്ഞു. അത്രേ ഉള്ളൂ. മറ്റേ ലെവലില്ലേ അൻസാറ് അവനെ മുൻനിർത്തി അണ്ണൻ കംപ്ലീറ്റ് ചരട് വലിക്കണമെന്നാണ് പറഞ്ഞ. ആ തെറ്റാണ്. എടാ മണി, ഞാൻ അങ്ങനെയൊക്കെയാണോ നിന്നോട് പറഞ്ഞതാണോ? ഇങ്ങനെയല്ലേ തമ്പി, നീ വല്ല സ്ഥലത്തുനിന്ന് വന്ന് ഇവിടെ കിടന്ന് വിളച്ചിൽ കാണിക്കരുത്. നിനക്ക് സ്റ്റേജിൽ കയറി നാടകം കളിക്കാനേ നിനക്ക് കാല് കാണൂല. പിള്ളേരുടെ അടുത്തൊരു വാക്ക് പറഞ്ഞോണ്ടല്ല ഞാൻ നീ പിന്നെ പറയാതെ അവൻ പറയോ? അണ്ണ അങ്ങനെ പറഞ്ഞു. അമ്മയുടെ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ കൂടായി പടം പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അലവല്ലാത്തയാണെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെയുള്ള വ്യക്തിയല്ലേ ഞാൻ. നോക്കിക്കോ തമ്പി നീ. ആ കലിപ്പ കേട്ടാ തമ്പി, അല്ല എന്നെ കൊണ്ടിറക്ക. ഞാൻ ഇനി എന്നെ ഇറക്കാനാ, നിന്നെ കയറ്റി ഇറക്കും ഞാൻ ഇതുകൊണ്ട് കേട്ടാ. നടന്നു പോടാ. എനിക്ക് കലിപ്പ എന്ത് പിന്നെ കാലിപ്പ പുള്ളി പറഞ്ഞിട്ട് പോയിട്ടല്ലേ. നീ തമ്പി ഫ്രീ ആണോ? വിശ്വസിച്ചൊരു കാര്യം പറയുമ്പോഴത്തേനും ഇങ്ങനെ കേട്ടോ വർത്താനം പറയുന്നത് കേട്ടോ. നീ പോയിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് പോവാ. നിനക്കിട്ട് ഞാൻ രണ്ടെണ്ണം അങ്ങോട്ടാ തരണ്ട. ഞാൻ രണ്ടെണ്ണം അത് സംസാരം പിന്നെ എന്നെ സംസാരം. ഞാൻ എങ്ങനെ നടന്ന് ഞാൻ എന്റെ ഊപ്പാട് വരും. അല്ല എന്തെങ്കിലും വേണമെങ്കിൽ സഹായം ഞാൻ ചെയ്യാൻ. ഓ ആന്തരി ആ വന്നോ? നിങ്ങളുടെ വായിക്കാത്ത എന്താ മുട്ട പുഴുങ്ങി കിടക്കുവാണോ? എന്ന് ഒരു മനുഷ്യൻ ചോദിക്കുമ്പോ തമ്പിയണ്ണനായിട്ടങ്ങ് എരവേണം വിട്ട പോലെ പോവാണ്. എന്നൊന്ന് പറയണ്ടേ എവിടെ പോവാണ് എന്താണെന്ന് ചോദിക്കാൻ പാടില്ല. കഥ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമല്ലായിരുന്നത്, അതുകൊണ്ട് അങ്ങനെ പോയി. കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം? നിങ്ങക്ക് എന്ത് കാര്യമുള്ളത്? നിന്നെ പറ്റി ആരെങ്കിലും കൊള്ളരുതാത്തത് പറഞ്ഞ എന്തായിരിക്കും നിന്റെ മാനസികാവസ്ഥ? എന്നെ പറ്റി കൊള്ളരുതാത്ത പറയാൻ ഒന്നുമില്ല. ഇല്ലാന്ന് പറയല്ലേ? നീ കുടുംബശ്രീ കുറെ കാലം ഭരിച്ചല്ല. അപ്പൊ അതിനകത്ത് നിന്റെ അഴിമതികളൊക്കെ പറഞ്ഞപ്പോ നിനക്കെന്തായിരുന്നു? എന്താ അഴിമതി? ഇല്ലേ അത് പറയല്ലേ? മറ്റേ ചേച്ചിമാരൊക്കെ വന്ന് നിന്നെ പറ്റി കുറെ പരാതികൾ പറഞ്ഞല്ലോ. അപ്പൊ നിനക്ക് സഹിച്ചില്ലല്ലോ ഇല്ലേ? ഇപ്പൊ നിങ്ങളെ പറ്റി ആരെന്ത് പറഞ്ഞു? അല്ലേ എന്റെ പറയിരുന്ന ആ പാൽമാക്രി തമ്പി, അവൻ ആ സുധാകരന്റെ കടയിൽ ചെന്നിട്ട് അവിടെ അവന് സുധാകരൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, അൻസാറിനെ ഭരിച്ച് കുളമാക്കണത് ഞാനാണ്, എൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണം മുഴുവനും പോണത്, അതാണ് ഇവിടെ ഒരു ഗുണം പിടിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റി എന്ന് പറഞ്ഞു. അത് കൂട്ടി ചോദിക്കാൻ വേണ്ടി പോയത്. എവിടെ പോയി കൂട്ടിച്ചോ? സുധാകരൻ്റെ അടുത്ത്. അതിന് കൂട്ടി ചോദിക്കാൻ നടക്കണേ എന്തിനാ? അവിടെ ചെന്ന് തമ്പിയണ്ണനോട് ചോദിച്ചാ പോരെ? അപ്പൊ എന്ത് ചെയ്യും തമ്പി? തമ്പി കുറെ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് രക്ഷപ്പെടും. അത് പോരാ. എനിക്ക് എന്നെ പറ്റി അങ്ങനെ ആരെങ്കിലും പറഞ്ഞു നിറഞ്ഞ് എനിക്കത് ക്ലിയർ ചെയ്യണം. അതിനിപ്പോ നീയല്ല ഇനി അവനല്ല ആരായാലും അത് ക്ലിയർ ചെയ്യണം. ഇത് ഇത്ര ക്ലിയർ ചെയ്യാൻ എന്താ ഉള്ളേ? എന്ത് ക്ലിയർ ചെയ്യാൻ? അവിടെ ചെന്ന് കൂട്ടി ചോദിച്ചപ്പോ തമ്പിയുടെ വായിൽ ഒരു വകയില്ല, മാറ്റില്ല തമ്പിക്ക്, ഒന്നും പറയാനില്ല. ഇതൊക്കെയാണ് ഒരേ മുറ്റത്ത് കിടന്നിട്ട് ഈ മര്യാദ ഇല്ലാത്തത് കാണിക്കുന്നത്. അയാളത് പറഞ്ഞു, അത് അയാളുടെ വിവരദോഷം തന്നെ അല്ലേ? അപ്പൊ ഞാൻ മോശക്കാരായി തമ്പി നല്ലവൻ. അവിടെ സുലിച്ചേച്ചിയൊക്കെ ഉള്ളതാണ്. എന്നിട്ട് കൊണ്ടുവന്ന് അവിടെ പോയി ചോദിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എനിക്ക് വിഷമമുണ്ട്. ഞാൻ അങ്ങനെ വിഷമിക്കണമെങ്കിൽ ദിവസം മുഴുവൻ ഞാൻ കരഞ്ഞോണ്ട് കിടക്കും. കാരണം എന്റെ ക്ലീറ്റോ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴും ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ കുടുംബശ്രീയിലും ഈ തൊഴിലുറപ്പിലൊക്കെ എല്ലാവരും അടക്കം പറയുന്നുണ്ട്, നിങ്ങൾ കൈയിട്ട് വരണവനാന്ന്. ഞാൻ കേട്ടോണ്ടൊക്കെ എന്റെ മുഖതാവിൽ വന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ നീ കണ്ടോ കൈയിട്ട് വരണ? അവര് കണ്ടോ? ഇല്ലല്ലോ. ക്ലീറ്റോൻ അങ്ങനെ ഒരു ഇതാണോ? ഇനി നിങ്ങൾ നോക്കിക്കോ, നല്ലതായിട്ട് നിങ്ങൾ ഒരു വീട് പണിതെന്ന് വെച്ചോ, അപ്പോഴും ആൾക്കാർ പറയും കൈയിട്ട് കാര്യമാണ്. അപ്പൊ അവരെയൊക്കെ നിങ്ങൾ കൂട്ടി നിർത്തി ചോദിക്കാൻ പോകും. എന്റെ മോതാവിൽ പറഞ്ഞ കേട്ടാ ഞാനത് ചോദിക്കും. സുധാകരൻ എന്റെ അടുത്ത് പറഞ്ഞു, അത് കൈയോടെ ചോദിച്ചു, അത്രേ ഉള്ളൂ. അതിന് ആരാനും ചോദിക്കും. ചോദിച്ചതിന് കുഴപ്പമില്ല. അത് അവിടെ ചെന്നിട്ട് തമ്പിയണ്ണനെ മാറ്റി അവിടെ ചെന്ന് അങ്ങനെ ചോദിക്കണ്ട. എനിക്ക് ക്ലിയർ ആയി. ഇപ്പൊ ക്ലിയർ ആയല്ലോ തമ്പി ആരാണെന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ക്രിമിനൽ മാറിയോ? ക്രിമിനൽ പൊടി ഉടന്നു ഭർത്താവിനാണ്. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ഞാൻ എന്ത് നല്ല ചെയ്താലും ഒന്നും കണക്കിൽ വരൂല. വേറെ ഏതെങ്കിലും കുടുംബത്തിൽ ചെയ്തെങ്കിൽ അവരെന്നെ തലയിൽ വെച്ചനെ. ഇപ്പൊ എനിക്കറിയാടി ഞാൻ കൊള്ളൂലാത്തത് തന്നെയാണ്. നിനക്ക് നിന്റെ ആങ്ങളക്ക് ഞാൻ മോശക്കാരൻ. പോവാത്ത ഒറ്റ കാര്യമുണ്ട്, എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട്. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞല്ല ഉള്ളത്, 2 കുഞ്ഞുങ്ങളുണ്ട്. അത് അയ്യോ, ഞാൻ അതുങ്ങളല്ല ഉദ്ദേശിച്ചത്. അതുങ്ങൾ നിന്നെ പോലെ ആയി തുടങ്ങി. എന്റെ ഡീഡി ചെയ്യുന്ന പ്രസ്ഥാനം എന്റെ കുഞ്ഞ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. അതിനുപേക്ഷിച്ച് അത് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നാട് വിടാത്തത്. പക്ഷേ
എന്റെ മനസ്സമാധാനമുണ്ടല്ലോ നിന്റെ കൂടെ കൂടിയപ്പോ പോരടി പോയി. നിങ്ങക്ക് മനസ്സമാധാനല്ലേ വേണ്ടത്? പോയി വല്ല കായലിന്റെ കരയിലോ കടലിന്റെ കരയിലോ പോയിരുന്ന് തരണ്. അപ്പൊ ഞാൻ നിങ്ങൾ സൗകര്യം പോയിരിക്കും. പക്ഷെ എന്തായാലും ഈ വീട്ടിൽ അത് കിട്ടൂല. കിട്ടൂല. കാരണം നീ ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ. അതെ. അത് പോയി. ആ. എന്ന് കെട്ടിയെടുത്തു അന്ന് പോയി എന്നെ മുഴുവൻ മനസ്സമാനവും. കർത്താവേ. തമ്പാനൂർ തമ്പി നിന്റെ കാര്യം തളികയിൽ പൊങ്കലുമായി വന്ന് തൈമാസത്തമേ പെണ്ണേ. ഞാൻ എടുത്ത് പൊക്കാം. അല്ല പൊക്കാം. അല്ല അതിനെടുക്കാൻ ഞാൻ അത് എടുക്കാൻ സഹായിക്കാം. എന്നെ എടുക്കാൻ ആരും സഹായിക്കണ്ട, എനിക്കറിയാം. ഓ ഓ അമ്മേ വലിയ സ്നേഹം കൂടാൻ വന്നേക്കുന്നു. തങ്കമ്മേ തങ്കമ്മേ. തങ്കം ചത്തു പോ. അയ്യോ വേണ്ട, നിങ്ങളൊരു ഒരു കഴിഞ്ഞ. സ്നേഹവും ഇല്ലാത്തവനെ വേണ്ട. ആ കഴിഞ്ഞ് തന്നേ. ഇല്ല. കഴിഞ്ഞ് താ തരൂ. അങ്ങനെയല്ലേ സ്നേഹത്തോടെ താ. സത്യം പറയല്ലോ നീ എനിക്ക് വലിയൊരു ഉപകാരമുള്ള ചെയ്തേക്കുന്നത്. ആ പിന്നെ എനിക്ക് മനസ്സമാധാനമില്ല എന്ന് പറഞ്ഞ് നീ പറഞ്ഞില്ലേ കൃത്യമായിട്ട് വല്ല കടപ്പുറത്ത് പോകാൻ. കുറേ നേരം തിരയെണ്ണിയിരുന്നപ്പം മനസ്സമാധാനവും കിട്ടി, വേറെ തന്നെ മനസ്സമാധാനം കളയാനുള്ള തെളിവും കിട്ടി. ഞാൻ പറയില്ലടി കർത്താവ് എൻ്റെ കൂടെയാണെന്നുള്ളത്. ഞാൻ വിളിച്ചില്ലെങ്കിലും കർത്താവ് എൻ്റെതായി രണ്ട് സൈഡിൽ എന്താന്ന് പറ. നീ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലേ? തമ്പി എന്ന് പറഞ്ഞ ഒരുത്തൻ, തമ്പി തമ്പിയണ്ണൻ. തമ്പാനൂർ തമ്പി. അവന്റെ തനി സ്വഭാവം തനി സ്വരൂപം എല്ലാം ഞാനിന്ന് കണ്ടു. എന്ത് തനി സ്വരൂപം? ഞാൻ കണ്ടടി. തമ്പാനൂർ തമ്പിയും ഒരു മധുര 17, 20, 22, 25 വരും. അത്രയുമായിട്ട് അങ്ങനെ കടപ്പുറത്തിരുന്ന് ഇങ്ങനെ സൊള്ളുന്നു, ചിരിക്കുന്നു. അയ്യോ അയ്യോ തമ്പിയണ്ണൻ. പിന്നെ തമ്പിയണ്ണ എന്ത്? ഒന്ന് പോകിട്ടോ. ഇനി പോകിട്ടോ. ഇത് തന്നെടി, ഇത് തന്നെ. കണ്ണുതാ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ഞാൻ വന്നേക്കണത്. നിങ്ങളുടെ കണ്ണ് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി കഴുക്. തമ്പിയണ്ണൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യൂല. അങ്ങനെ ചെയ്യില്ല. പിന്നെ എങ്ങനെ ചെയ്യും? അങ്ങനെ അവിടെ പെണ്ണുമായിട്ട് നിൽക്കണ്ടെങ്കിൽ അവിടെ വല്ല നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടാവും കടപ്പുറത്ത്. ആ അതൊക്കെ തരണം. നമ്മുടെ നാടകത്തെ കടപ്പുറത്തല്ലേ റിഹേഴ്സൽ. റിഹേഴ്സൽ എന്താ? കപ്പലിൽ നിന്നിരുന്നിട്ട് റിഹേഴ്സൽ ചിരിയും കളിയും ശൃംഗാരവും. അയ്യോ വിശ്വാസം വരുന്നില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കൂല. തമ്പിയണ്ണൻ അങ്ങനെയല്ല. വിശ്വസിക്കണ്ട. വിശ്വസിക്കൂല. വിശ്വസിക്കാനുള്ള തെളിവ് ഞാൻ കാണിച്ചു തന്നാൽ വിശ്വസിക്കുമോ? കൺകുളിർക്കെ കാണും. എങ്ങനെ ഉണ്ടടി തമ്പി? അവന്റെ തനി സ്വരൂപം കണ്ടാ നീ. ഇതിപ്പോ എന്ത് ചെയ്യാൻ പോവാ നിങ്ങൾ? ഇതിപ്പോ എന്ത് ചെയ്യാൻ പോവാ? ഒന്നും ചെയ്യണില്ല. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിലും ഇടാൻ പോവാ. ഡിലീറ്റ് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. വേണ്ട വേണ്ട. ഫോണോടെ കളിക്കുന്ന എന്നെ പറ്റി അപവാദം പറഞ്ഞവനെ യവനൊക്കെ നീ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇങ്ങനെ വളർത്തണില്ലേ തമ്പി? എന്താണെന്നുള്ളത് മനസ്സിലായ? നോക്കി ഇത് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കുടുംബം തകരണം. ഇങ്ങനെ വായിലെല്ലാതെ പറഞ്ഞു കിടക്കണവന്റെ ഒക്കെ കുടുംബം തകരണം.
അവനെ അതിന് കാര്യമായിട്ടുള്ള വീഡിയോ ചെയ്തല്ലോ. ഇൻസ്റ്റ, ഫേസ്ബുക്ക്, പിന്നെ മൂന്നാം കിട എല്ലാ ഓൺലൈൻ ചാനലിലും കൊടുക്കും. ഈ ഫോട്ടോ കൊടുക്കും. തമ്പാനൂർ തമ്പിയുടെ കുലിസിത പ്രവർത്തികൾ. എന്റെ പൊന്നു ക്ലീറ്റോ, അങ്ങനെ ചെയ്യല്ലേ. എന്ത് എന്നെ പറഞ്ഞപ്പോ നിനക്ക് ഇതൊന്നൊന്നുമില്ലായിരുന്നല്ലേടി? അതിന് ക്ലീറ്റോ ആ പുള്ളിക്കാരനെയും കൊണ്ടുപോയി ചോദിച്ചില്ലേ? ചോദിക്കും. ഇത് ഞാൻ സുലൂനെ അറിയിക്കും. സുലൂനെ സുലു ചേച്ചിനോടൊന്നും ചോദിച്ചേക്കരുത്. എന്ത് ആ പാപത്തിനെ പറ്റിച്ചോണ്ടിരിക്കല്ലേ? അത് ആ പാവം പിടിച്ച സ്ത്രീ അവിടെ എങ്ങനെ ജീവിക്കണേ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇപ്പൊ തമ്പിയുടെ സ്വഭാവം നിനക്ക് എന്താണെന്ന് മനസ്സിലായല്ല. അപ്പൊ ഒരു പെണ്ണിന് നിനക്കാണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നെങ്കിൽ നീ എന്ത് പറ? ഇങ്ങനെ പ്രതികരിക്കോ? നീ പറ. അയലോകത്ത് ഒരു പെണ്ണിന് വന്നപ്പോ ഒരു കുഴപ്പമില്ല അവക്ക്. എടാ തമ്പാനൂർ തമ്പി, നീ നാടകം കളിച്ച് ജീവിതത്തിലും നാടകം കളിക്കല്ലേ? എനക്ക് ഉണ്ടടാ പണി, വെച്ചിട്ടുണ്ടാ. എടാ തമ്പി, അവന്റെ ഇരിപ്പ് കണ്ടില്ലേ റാസ്കൽ. നീ രാവിലെ തമ്പീനെ വിളിച്ചുകൊണ്ടിട്ട് ആൾക്കാരുടെ മുമ്പിൽ ചോദ്യം ചെയ്തു, അയാളാകെ ചമ്മിന്നു എന്നൊക്കെ ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വിഷമമൊക്കെ തോന്നി. പക്ഷെ ഇതാണ് അവന്റെ കയ്യിലിരിപ്പ് ഉണ്ടല്ലോ. പിന്നെ അവരുടെ മുമ്പിൽ വെച്ച് രണ്ടെണ്ണം കിട്ടുകയാണ് വേണ്ടുവൻ. അമ്മാവാ, കാലത്ത് സത്യത്തിൽ ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് വിചാരിച്ചാണ്. പിന്നെ പൊട്ടിച്ച് വെറുതെ അവിടെ ആളുകളെയും കൂടെ അറിയിച്ച് നാറ്റ കേസാക്കണ്ട. അത് ചെയ്യാത്തത് എൻ്റെ മര്യാദ. ഓ, മര്യാദയുള്ള ഒരാള്. നിങ്ങൾക്ക് എവിടെയാ മര്യാദ ഉള്ളത്? മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ സുചേച്ചിയുടെ അടുത്ത് ഇതുകൊണ്ട് കാണിക്കോ? അതിന് വേണ്ടി ഇരിക്കണല്ലേ ഇപ്പോ? ഏട്ടാ, അവൾ ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്താണ്. ആ തമ്പിയെ ന്യായീകരിക്കണം. തമ്പി ഇത് ശരിയെന്നാണ് നീ പറയണേ? തങ്കച്ചേട്ടത്തി ഇനിയെങ്കിലും വിശ്വസിക്കുക. അയാൾ പൂലാങ് ഉടായ്പാണ്. എനിക്ക് പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ കളിയില്ലാത്ത ഈ ഓഫ് സീസണിൽ ഇങ്ങനെ മേക്കപ്പിന്റെ സാധനവും വിഗ് മേടിക്കാൻ ഈ നാഗർകോവിൽ പോകേണ്ട കാര്യം എന്തോ? ഇവൻ അവിടെയൊക്കെ സെറ്റപ്പ് ഉണ്ടാ. അത് തന്നെ. പിന്നല്ല, എന്നാൽ ഇവന്റെ പിറകൊക്കെ നടക്കാൻ പെണ്ണുങ്ങളുണ്ടല്ലോ എന്ന് ആലോചിക്കണേ ഞാൻ. അത് പുള്ളി കലാകാരനായതുകൊണ്ട് ഈ കലാകാരന്മാരോട് ചിലവർക്ക് ആരാധന തോന്നും. പാട്ടുകാര്, നാടക നടന്മാര്, സീരിയല്, സിനിമ, അങ്ങനെ ആരാധന തോന്നിയ ഒരു പെങ്കൊച്ചിനെ പുള്ളിയും കൂടെ കൂട്ടി. ഇല്ലേ മച്ചുമ്പി? അതല്ലേ എന്റെ സത്യം. റൊണാൾഡേ, നീ എന്താ പറയണേ? ഞാനേ എന്തോരം സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. അവിടെ എല്ലാം എന്തോരം ആരാധകർ വന്ന് എൻ്റെ അടുത്ത്, പല പെണ്ണുങ്ങളും വന്ന് എന്നോട് വന്ന് അഭിനന്ദിച്ചു, കൈ തന്നു. പക്ഷെ ഞാൻ അവരെ ആരെങ്കിലും പിറകെ പോകണ്ട. പോയാളിയാ? ഞാൻ അങ്ങനെ ആരെയും പിറകെ പോയില്ലല്ലോ. എടാ, ഈ തമ്പി എന്ന് പറയണവനെ പൊന്നുപോലെ സ്നേഹിക്കണ ഒരു ഭാര്യ ഇല്ലേ? ഈ ഭാര്യയുള്ള ഇവ ഇങ്ങനെ ചെയ്യാൻ പാടുവോ കനക? പാടുവോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഈ ചെയ്യുന്നതിന്റെ പേരിൽ സുലിച്ചേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്ത സത്യമായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ നിങ്ങൾ കാരണമാണ് ഇത് ഉണ്ടായെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും. കേട്ടല്ലോ? നീ കേട്ടല്ലോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ തമ്പി ഈ പെണ്ണുമായിട്ട് പ്രേമിച്ച് അത് പ്രേമം മൂത്ത് അവസാനം രണ്ടുപേരും കൂടെ ഒളിച്ചോടി പോയി കഴിയുമ്പോൾ സുലു എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. അപ്പൊ നിന്റെ പേരിൽ കേസ് കൊടുക്കട്ടെ? നിന്നെ കൂടെ ഞാൻ നിങ്ങളുടെ പെങ്ങളല്ലല്ലോ. നിങ്ങളുടെ പെങ്ങളല്ലേ? ഒരു പെണ്ണല്ലേ? ഒരു പെണ്ണ് അല്ലല്ലോ, ഒരു കുടുംബം. അപ്പൊ ഇപ്പൊ പെണ്ണിന്റെ ആദ്യം മൂത്തിട്ട് നിങ്ങൾ ചെയ്യണാണോ? തമ്പി എണ്ണോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്യണല്ലേ? ഫോൺ എടുത്തോ ക്ലീറ്റോ. പിന്നെ ഫോൺ എടുത്ത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. സുലിമോളെ ഒന്ന് ഇങ്ങോട്ട് വന്ന. എടുത്തടിച്ച പോലെ പറയണ്ട. എല്ലാരും ഉണ്ടല്ലോ. എന്തേട്ടാ? അതെ, നീ പറ. അല്ല, സുരിചേച്ചിക്ക് ധൃതിയാണ്. സുരിചേച്ചി പോട്ടെ. അല്ല, നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടത് സമയത്ത് അറിയണമല്ലോ. പിന്നെ നമ്മൾ ഇത്രയും അയലോകത്തിരിക്കുന്നു, എത്രയോ നാളായിട്ട് നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. ചിലരൊക്കെ ഇത്തരം കാര്യങ്ങൾ കുടുംബത്ത് പറയില്ല, എന്തെങ്കിലും സംഭവിച്ചാലോചിച്ചിട്ട്. പക്ഷെ പറയാതിരുന്നാലും ചിലപ്പോ സംഭവിക്കേ. അതെ, അത് അറിയിക്കേണ്ട ചില കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് അറിയാം. എന്താ സുലു, തമ്പി ഇപ്പൊ ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളിലും ഒക്കെ പലയിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ സുലുവിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് സുലുവിനോട് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആണുങ്ങളാവുമ്പോ രണ്ടെണ്ണം അടിക്കും, അതൊക്കെ സ്വാഭാവിക. തമ്പി അടിക്കാറുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. കൂടുതൽ പറയണില്ല. പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് വിശ്വാസമാകത്തോണ്ട് തെളിവുണ്ട്. മറ്റേ സംയമനം പാലിക്കണം. എന്നിട്ട് അതൊന്ന് കാണും. ഇതൊന്ന് അതെ, വിഷമിക്കൊന്നും വേണ്ട. സംയമനം പാലിക്ക്. നമുക്ക് എന്തായാലും പരിഹാരം കാണാം കേട്ടോ. പിടിച്ചു നിക്ക്. ഇപ്പൊ കൈയോടെ ചോദിച്ചാൽ നമുക്ക് രണ്ടും രണ്ട് പാത്രം ആക്കാം. ചായ നമ്മൾ നേരത്തെ പറഞ്ഞോളൂ. നീ ഇവിടെ നിൽക്കണം. ഇവിടെ വാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. തമ്പി ഒന്ന് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. നിങ്ങളൊന്ന് ബീച്ചിൽ പോയോ? ബീച്ചിൽ പോയോന്ന്? എന്നിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി പറ. പോയെങ്കിൽ എന്താ? പോയി എന്താ?
കൂടെ ആരുണ്ടായിരുന്നു? ബീച്ചല്ലേ ഒരുപാട് പേര് കാണും. അതിന് കൂടെ ഉണ്ടാകുന്ന കാര്യം എന്താ ചോദിക്കുന്ന കാര്യം? ഒരുപാട് പേരുണ്ടാന്നല്ലേ ചോദിച്ചത്, നിങ്ങളെ കൂടെ ആരുണ്ടായിരുന്നെന്നാ ചോദിച്ചത്. ഇതെന്ത് കുത്തി കുത്തി എന്താ സംഭവം എന്താടി? പറ. സുലു എടാ ഞാൻ കാണിക്കും കൊണ്ട് ദാ, ദാ, ഇതാരാ നിങ്ങൾ അടുത്തിരിക്കണ? പെട്ടു കേട്ടാ പെട്ടു. അതും കുഞ്ഞമ്മയുടെ മോളാ. കുഞ്ഞമ്മേടെ മോള്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ പറയും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാ കള്ളന്മാരും പറയണേ കുഞ്ഞമ്മയുടെ മോള്, മാമിയുടെ മോള്, വല്യമ്മേടെ മോള്, കൂടപ്പറപ്പ്. അയ്യോ എടാ. സത്യം പറ തമ്പി അതാരാ? അല്ല ഞാൻ പറയാം, നീ പറഞ്ഞോളൂ കാരണം പറഞ്ഞോളൂ. അതെന്റെ കുഞ്ഞമ്മേടെ മോളാ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് ശേഷമാണ് പോവേണ്ടത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവളെയും കൊണ്ടൊന്ന് കടൽത്തീരം വരെ പോയതാണ്. കഴിഞ്ഞ ഇന്റർവ്യൂ ഇപ്പം സമയം പോണ്ടല്ലോ, വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയം കളന്ന് വെച്ച് അവിടെ നിന്ന് വെച്ച് ഞങ്ങളൊന്ന് കൂടി കടലൊക്കെ ഒന്ന് കാണിച്ച് പറഞ്ഞു വിട്ടു. നീ ഉണ്ടായിരുന്നു ആ, ദാണ്ടെ. ഫോട്ടോയില് പിന്നെ കാണാനില്ല. ഉണ്ട് താണ്ട ഈ ഇങ്ങോട്ട് നോക്കി തിരിഞ്ഞിരിക്കുന്നുണ്ട ഈ കറുത്ത ചുരിദാർ ഇട്ടുകൊണ്ട്. ഞാനത്. ആടാ അങ്ങോട്ട് തിരിഞ്ഞിക്കണ. എന്നാലും ഇത് ഏത് നാറി എടുത്ത് അയച്ചു കൊടുത്ത ഫോട്ടോ? അല്ല ഈ ഫോട്ടോ എടുത്ത നാറിയൊക്കെ എനിക്കറിയാം. അവൻ നാറിയല്ല, പരനാറിയ. ഒരു വലിയ ഒരു സുനാമി പ്രതീക്ഷിച്ചു, പക്ഷെ കാറ്റടിച്ചങ്ങ് പോയി. ഒരു നാറിയ കാറ്റ്. ഏ ചായ ഇടാ ബാ. ഫോട്ടോ കഷ്ടം, ഒരു കുടുംബം കലക്കിറങ്ങിയിരിക്ക. ഏത് കേസും തീരും മനസ്സ് വെച്ചാ മതി.